അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷം സ്വിഗ്ഗി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി 20 രൂപ വരാം, 30 രൂപ വരാം, 50 രൂപ വരാം, 70 രൂപ വരാം ഒരു ഓർഡറിന്. ഇറങ്ങുന്നോ എന്ന്. അപ്പോൾ സ്വിഗ്ഗിയുടെ മെസ്സേജസ് എല്ലാം ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. എന്തായാലും സ്വിഗ്ഗി ഒന്ന് ഓടി നോക്കാം, എങ്ങനെ ഉണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് എനിക്ക് ഇന്ന് രാവിലെ ഒരു ഓർഡറിന് 40 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞ് സ്വിഗ്ഗിയുടെ മെസ്സേജ് കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ട് സ്വിഗ്ഗി 40 രൂപ വെച്ച് ഒരു ഓർഡറിന് തരുമോ, ഓർഡറിൽ എത്ര രൂപ ഏണിങ്സ് പറ്റുമോ എന്നൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെ പറഞ്ഞാലും നേരെ സൊമാറ്റോ എന്നേ വരുള്ളൂ. ഇപ്പോൾ സ്വിഗ്ഗി ഓർഡർ ഇറങ്ങുമ്പോഴും കസ്റ്റമറിനെ വിളിക്കുവാണെങ്കിൽ ഹലോ സൊമാറ്റോയിൽ നിന്നാണ്, ഒന്ന് കഥ തുറക്കോ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിളിക്കുന്നത്. കാരണം ഞാൻ ഇടയ്ക്കൊരു ദിവസം ഇറങ്ങിയായിരുന്നു സ്വിഗ്ഗി. അയ്യോ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ആകെ 12 ഓർഡർ എങ്ങാണ്ട് എടുത്തു. അതിൽ 10 ഓർഡറിലും ഹലോ സൊമാറ്റോ എന്നാണ്, നിങ്ങളൊന്ന് കഥ തുറക്കുമോ അല്ലെങ്കിൽ വെളിയിൽ വരുമോ, സൊമാറ്റോ എന്നാണ് ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയും. സ്വിഗ്ഗി എന്നാണ്. ഇതിപ്പോൾ പറഞ്ഞ് പഠിപ്പിച്ചോണ്ടിരിക്കുക. കാരണം എന്താകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇടയ്ക്ക് കുറേ ഇപ്പോൾ ഒരു 3-4-5 വർഷമായിട്ട് സൊമാറ്റോ ഇങ്ങനെ ഓടിയിട്ട് സ്വിഗ്ഗിയിലോട്ട് ഇടയ്ക്കൊന്ന് മാറുമ്പോൾ ഇത് തന്നെയാണ് പറ്റുന്ന അബദ്ധം. അപ്പോൾ നമുക്ക് എന്തായാലും സ്വിഗ്ഗി ഓടി നോക്കാം ഇന്ന് എങ്ങനെ ഏണിങ്സ് കിട്ടുമോ ഇല്ല എന്നൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ സ്വിഗ്ഗിയിൽ ഞാൻ രാവിലെ 11 മണിക്ക് ഇറങ്ങി. 11 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ് സ്ലോട്ട്. ആ സ്ലോട്ട് കംപ്ലീറ്റ് അങ്ങ് നിന്നായിരുന്നു. ആ കംപ്ലീറ്റ് സ്ലോട്ട് നിന്നതിൽ എന്നെ ഞെട്ടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഏണിങ്സ് ആ ഒരു ടൈമിൽ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് 16 ഓർഡറും കിട്ടി, 844 രൂപ പേയ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ ഇറങ്ങണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചു. കാരണം 850 രൂപ പേയ്മെൻറ്റ് 11 മണി തൊട്ട് 4 മണി വരെ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടണത്. കാരണം ഇത്രയും സമയം ഇപ്പോൾ സൊമാറ്റോ ഒക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. സൊമാറ്റോ രാവിലെ 9 മണി മുതൽ ഇറങ്ങിയിട്ടാണ് എനിക്ക് അത്രയും പേയ്മെൻറ്റൊക്കെ കിട്ടിയിട്ടുള്ളത്. വൈകുന്നേരം 6 മണി വരെ. ഇതുമ്പോൾ എറൗണ്ട് 850 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റ് കിട്ടുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് ഉച്ചയ്ക്ക് ഇവർ ഓരോ ഓർഡറിന് 40 രൂപ എക്സ്ട്രാ ഇട്ടുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് ആ ഒരു പേയ്മെൻറ്റ്. പോരാഞ്ഞിട്ട് മഴ വലുതായിട്ടില്ല, എന്നാൽ പോലും 2 റെയിൻ സർജും കൂടെ കിട്ടി. അപ്പോൾ 40 + 25 പ്ലസ് ഓർഡറിൻ്റെ എമൗണ്ട്, അങ്ങനെയാണ് എനിക്ക് ഇത്രയും കയറിയത്. ആദ്യമൊക്കെ ചെറിയ ചെറിയ ഓർഡറായിരുന്നു. പിന്നെ സ്വിഗ്ഗി എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ചെറിയ ചെറിയ ഓർഡറുകൾ. സൊമാറ്റോയെ പോലെ അങ്ങ് അടിച്ചങ്ങ് ലോങ് അങ്ങ് വിടൂല. സൊമാറ്റോ എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ 12 കിലോമീറ്ററൊക്കെ അങ്ങ് വിടും. ഒരു ഉഗാണ്ടയിലൊക്കെ നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ 1-1.5 മണിക്കൂറാവും. പക്ഷേ ഇതെല്ലാം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ 5 കിലോമീറ്ററിനകത്ത് ഇങ്ങനെ ഓർഡറാണ്. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി സിറ്റിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈവനിങ് 4 മണി വരെ നിന്നു. പിന്നെ വീട്ടിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു, റെസ്റ്റ് എടുത്തു. എന്നിട്ട് വൈകുന്നേരം വീണ്ടും ഒന്ന് ഇറങ്ങി 11 മണി വരെ നിന്ന് ടോട്ടൽ ഏൺ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 1469 രൂപ. 9 മണിക്കൂറും 7 മിനിറ്റും നിന്നിട്ട് 28 ഓർഡർ എനിക്ക് കിട്ടി. 28 ഓർഡർ കിട്ടിയോണ്ട് തന്നെ എനിക്ക് ഇൻസെൻറ്റീവ് അൺലോക്ക് ആയിട്ടുണ്ട്. ആ ഇൻസെൻറ്റീവ് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇൻസെൻറ്റീവ് സ്ലാബിൽ എനിക്ക് 28 ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 280 രൂപ എനിക്ക് ഇൻസെൻറ്റീവ് ആഡായിട്ടുണ്ട്. അപ്പോൾ 1460 + 280 കൂടെ ആണെന്ന് തോന്നുന്നു. എനിക്ക് സ്വിഗ്ഗിയുടെ കണക്ക് അറിഞ്ഞൂടാ. സൊമാറ്റോ പോലെ അല്ല. ബാക്കി ചെറിയ ചെറിയ ഇൻസെൻറ്റീവുകളെല്ലാം എനിക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. ഞാൻ 28 ഓർഡർ എടുക്കുന്നൊന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല. സൊമാറ്റോ ഫ്രീ ജിഗ് ഓപ്പൺ ചെയ്യുന്നു. ഫ്രീ ജിഗൊന്നും വേണ്ട. ബട്ട് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഈ ഒരു ഏണിങ്സ് ഞാൻ ഈ ചെറിയ സമയം കൊണ്ട്, അതായത് 11 മണി തൊട്ട് 4 മണി വരെയും 7 മണി തൊട്ട് 11 മണി വരെയും ജസ്റ്റ് നിന്ന് ഏൺ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച ഒരു 1000 രൂപയ്ക്ക് അകത്തൊക്കെ കിട്ടുകയുള്ളൂ. ഇത് ഉച്ചയായപ്പോൾ തന്നെ കിട്ടി. ഇത് ആ ഒരു 40 രൂപയും വൈകുന്നേരം 35 ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ ഏണിങ്സ് ആണ്. ഇപ്പോൾ ഏണിങ്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ വീഡിയോ നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ കിട്ടിയ ഏണിങ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ 11 മണിക്ക് ഇറങ്ങി 38 രൂപ, പിന്നെ ഒരു 25, പിന്നെ കിട്ടിയത് മൾട്ടിയാണ്. അത് 11:58. അതൊരു 12 മണി കഴിഞ്ഞാണ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അതിനും 40 രൂപ വെച്ച് കിട്ടിയത്. തൊട്ടടുത്ത മൾട്ടി ഓർഡറിന് കിട്ടിയ എമൗണ്ട് ഉണ്ടോ 135 രൂപ. കാരണം 40 വെച്ച് എക്സ്ട്രാ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഓർഡർ 77, 65. ഇതൊക്കെ ചെറിയ ചെറിയ ഓർഡറാണ്. ഒന്നിന് കിട്ടിയ ഓർഡർ അടുത്ത 1.8 കിട്ടിയ ഓർഡർ. ഇതൊക്കെ പെട്ടെന്ന് കൊടുത്തു. അടുത്തൊരു 65. അത് കഴിഞ്ഞൊരു മൾട്ടി മഴ റെയിനും കൂടെ ചേർത്ത് 136, പിന്നെ ഒരു 85, പിന്നെ ഒരു 35, പിന്നെ ഒരു 83 മൾട്ടി. ഇത് 3 മണിക്ക് ശേഷമാണ്.
ഇതും നേരത്തെയാണ് കിട്ടിയിരുന്നെങ്കിൽ വീണ്ടും പേയ്മെൻറ്റ് കയറിയതേ. അത് കഴിഞ്ഞിട്ട് 7:17 എനിക്ക് വൈകുന്നേരം കിട്ടിയത്. വൈകുന്നേരം അത്യാവശ്യം ഡിലേ ആയിരുന്നു, പക്ഷേ എന്നാൽ പോലും 35 വെച്ച് കിട്ടിയിട്ട് എനിക്ക് മൾട്ടി ഇവർ തന്നുകൊണ്ട് ഈ ഒരു 2 മൾട്ടി കിട്ടിയോണ്ട് ഓക്കെ ആയി. ഇപ്പോൾ ടോട്ടൽ എത്ര മൾട്ടി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 മൾട്ടി. എൻ്റെ ഹയസ്റ്റ് 7 മൾട്ടി. എനിക്ക് 7 മൾട്ടി ഒന്നും കിട്ടിയിട്ടില്ല. 6 മൾട്ടി 7 മൾട്ടി ഇത് സ്വിഗ്ഗിയിൽ ഫസ്റ്റ് ടൈമാണ്. സൊമാറ്റോയിൽ 7 മൾട്ടി ഒരിക്കൽ എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ, പണ്ട് എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും കൂടി ഇപ്പോൾ 5 മൾട്ടിയോ 4 മൾട്ടി ഓർഡേഴ്സൊക്കെ സൊമാറ്റോയിൽ കിട്ടുള്ളൂ. ബട്ട് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഏണിങ്സിൽ. ഇനി എനിക്ക് ഞാനിനി അടുത്ത ഏണിങ്സ് വരുമ്പോൾ, അതായത് ഇതേപോലെ സ്വിഗ്ഗി ഇടയ്ക്ക് ഓഫർ ഇടുമ്പോൾ ഞാൻ ഇറങ്ങാം. എല്ലാ ദിവസവും ഇറങ്ങുന്നില്ല. സ്വിഗ്ഗിയിൽ ഇതേപോലെ ഓഫേഴ്സൊക്കെ ഇടുന്ന സമയത്ത് എന്തായാലും ഒന്ന് ഇടയ്ക്കൊന്ന് ഇറങ്ങി നോക്കണം. ഇപ്പോൾ രാത്രി ഇട്ടിട്ടുണ്ട് 20 രൂപ ഓഫർ എന്ന് പറഞ്ഞ്. ഞാൻ 11 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയിട്ടില്ല. കാരണം ഇവർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 5 മണിക്കൂറാണ്. ഇപ്പോൾ സ്വിഗ്ഗിയുടെ ഷിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. സ്വിഗ്ഗിയുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. രാവിലെ 5 മണി തൊട്ട് 7 മണി വരെ ഒരു ഷിഫ്റ്റ്, അത് കഴിഞ്ഞ് 7 തൊട്ട് 11 വരെ, പിന്നെ 11 തൊട്ട് 4, 4 ടു 7, 7 ടു 11, അങ്ങനെയാണ്. അതായത് ഓരോ 5 മണിക്കൂറുമാണ് സ്വിഗ്ഗിയുടെ ഷിഫ്റ്റ് വരുന്നത്. സൊമാറ്റോ എന്ന് പറയുന്നത് നമുക്ക് ഓരോ മണിക്കൂറുമാണ് അവിടുത്തെ ജിഗ്ഗായിട്ട് വരുന്നത്. ഇനി അടുത്ത എല്ലാ ദിവസവും സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് നമുക്കാണോ അതോ ഇതിപ്പോൾ പൊങ്കലായിട്ട് വന്നിട്ടുള്ളതാണ്. മകര സംക്രാന്തി, പൊങ്കൽ ഇതുമായിട്ട് വന്നിട്ടുള്ള ഓഫേഴ്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ കേരളത്തിൽ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത് മെയിനായിട്ട് തമിഴ്നാട് അവിടെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എനിക്കെന്തായാലും നല്ലൊരു സാറ്റിസ്ഫൈഡ് മൊമെൻ്റാണ് കുറേ നാളത്തേക്ക് ശേഷം. കാരണം ആകെ 9 മണിക്കൂറിൽ 1800 രൂപ. അതായത് 9 മണിക്കൂറിൽ ഇത്രയും പേയ്മെൻറ്റ് കിട്ടുന്ന വളരെ റയറാണ്. സൊമാറ്റോ ആണെങ്കിൽ 14-15 മണിക്കൂർ നിൽക്കേണ്ടി വരും. അയ്യോ, രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 3 മണി വരെ നിൽക്കുമ്പോഴായിരിക്കും 20 ഓർഡർ അവന്മാർ തരുന്നത്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 7 മണി തൊട്ട് രാത്രി ഒരു 12-1 മണി വരെ നിൽക്കുമ്പോഴായിരിക്കും പിന്നെ ഉള്ളൊരു 8 ഓർഡറും കൂടെ അവർ തരുന്നത്. ചില ദിവസമൊന്നും രാവിലെ 12-15 ഓർഡറിലൊക്കെ നിർത്തും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്ററാണ്. ഇനി ഇത് എല്ലാ ദിവസവും ഇങ്ങനെ വരുമെന്നൊന്നും എനിക്ക് തോന്നല്ല. ഇത് ഇവർ കുറേ നാളും ഞാൻ ഇറങ്ങാതിരുന്നുകൊണ്ട് ഇറങ്ങിയപ്പോൾ കിട്ടിയ എമൗണ്ട് ആണോ എന്നും എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ഇനി മറ്റൊരു ദിവസം കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് സ്വിഗ്ഗി ബെറ്ററാണോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു ദിവസം പോട്ടർ ഓടി നോക്കാം. തിരുവനന്തപുരം സിറ്റിയിൽ എങ്ങനെ ഉണ്ടാകും പോട്ടർ എന്ന് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. കാരണം ഞാനിതെല്ലാം രജിസ്റ്റർ ചെയ്ത് നേരത്തെ വച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്നും ഓടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അതെല്ലാം ഒന്ന് ഓടി നോക്കാം. ഫുള്ള് സ്വിഗ്ഗി ഓടിക്കഴിഞ്ഞിട്ട് രാത്രി ഒരു തട്ടുദോശ, അത് നിർബന്ധമാണ്. തട്ടുദോശ, രസവട, പപ്പടം, സിംഗിൾ ഓംലെറ്റ്, അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് വീട്ടിലൊന്ന് കിടന്നുറങ്ങി. രാവിലെ എണീച്ചപ്പോഴത്തേക്കും എൻ്റെ ഇൻസെൻറ്റീവ് ആഡായിട്ടുണ്ട് 1749. എൻ്റെ ഫ്ലോട്ടിങ് ക്യാഷ് അവർ 1273 രൂപ എടുത്തിട്ട് ബാക്കി അഡ്ജസ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഐ ആം വെരി ഹാപ്പി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണും വരെ. ബൈ ബൈ.